الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് യൂനുസിൽ 69-70 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الذين يفترون على الله الكذب لا يفلحون. متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. ഖുൽ അങ്ങ് പറയുക നബിയെ, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നവർ, കളവ് ചമച്ചുണ്ടാക്കുന്നവർ, ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല, അവർ ലക്ഷ്യം നേടുകയില്ല. മതാഉ ഫിദ്ദുനിയ, ഇഹലോകത്തിലെ വിഭവമുണ്ടവർക്ക്, അല്ലെങ്കിൽ അവർക്കുള്ളത് ഇഹലോകത്തിലെ വിഭവമാകുന്നു, ആസ്വാദ്യതയാകുന്നു. സുമ്മ പിന്നെ ഇലൈന മർജിഉഹും, അവരുടെ മടക്ക സ്ഥലം അത് നമ്മിലേക്കാണ്. സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ, പിന്നെ അവരെ നാം കടുത്ത ശിക്ഷ രുചിപ്പിക്കും. ബിമാ കാനു യക്ഫുറൂൻ, അവർ നിഷേധിച്ചതിനാൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖുൽ നബി അങ്ങ് പറയുക, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് ചമച്ചുണ്ടാക്കുന്നവർ, ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല, അല്ലെങ്കിൽ അവർ ലക്ഷ്യം നേടുകയില്ല. മതാഉ ഫിദ്ദുനിയ, അവർക്കുള്ളത് ഇഹലോകത്തിലെ വിഭവമാണ്, ആസ്വാദ്യതയാണ് മതാഉ. സുമ പിന്നെ ഇലൈന മർജിഉഹും, അവരുടെ മടക്കം നമ്മിലേക്കാണ്. സുമ്മ നുദീഖുഹും, പിന്നെ നാം അവരെ രുചിപ്പിക്കും, ആസ്വദിപ്പിക്കും, അൽ അദാബ ശദീദ, കടുത്ത ശിക്ഷ. ബിമാ കാനു യക്ഫുറൂൻ, അവർ കളവാക്കിയതിൻ്റെ പേരിൽ, നിഷേധിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിഷേധിക്കുന്നത് കൊണ്ട്. അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത വിധം അവന് പങ്കാളികളുണ്ടെന്ന്, അവന് മക്കളുണ്ടെന്ന്, അവന് സഹായികളുണ്ടെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹിൻ്റെ മേൽ കളവ് പറയുക. അതാണ് ഇന്നല്ലദീന യക്ഫുറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, ആ വിഷയത്തിൽ അവർ വിജയിക്കാൻ പോകുന്നില്ല, അത് ലക്ഷ്യം നേടൂല. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ഉന്നയിക്കുക, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് ആരോപിക്കുക, അള്ളാഹുവിന് സഹായികളുണ്ടെന്ന് വാദിക്കുക, അള്ളാഹുവിന് സഹപ്രവർത്തകരുണ്ടെന്ന് പ്രചരിപ്പിക്കുക. പ്രവാചകന്മാർ പോലും ഈസാ നബി അലൈഹി സ്വലാമയെ പോലെ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് പറയുക, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുക. ഇങ്ങനെയുള്ള നിലപാടുകൾ വിജയിക്കുന്നതല്ല, ആ ഒരു പ്രചരണം വിജയിക്കാൻ പോകുന്നില്ല. അത് ബഹുഭൂരിഭാഗം ആളുകളും ഒരിക്കലും അംഗീകരിക്കില്ല. അതാണ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അവർ ലക്ഷ്യം നേടുകയില്ല, അല്ലെങ്കിൽ അവർ വിജയിക്കുകയില്ല. പിന്നെ അവരുടെ വിജയം എന്ന് പറയുന്നത് എന്താണ്? ദുനിയാവിൽ ശരിയായിരിക്കാം, ദുനിയാവിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ പ്രചരണത്തിൽ പെട്ടിരിക്കണം. അത് മതാഉ ഫിദ്ദുനിയ, ദുനിയാവിലെ ഐഹിക ലോകത്തിലെ തന്നെ വിഭവമാണത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മക്കയിൽ വളരെ പ്രയാസം അനുഭവിക്കുക. സൂറത്ത് യൂനുസ് മക്കയിൽ ഇറങ്ങിയതാണല്ലോ. മക്കയിൽ പലതരം പ്രയാസങ്ങളാണ് അവർക്കുള്ളത്. തുടക്കം മുതൽക്ക് പരിഹാസമായിരുന്നു. ആദ്യം നിഷേധം, പിന്നെ പരിഹാസം, പിന്നെ ആക്രമണം, പിന്നെ കൊല ചെയ്യാനുള്ള ശ്രമം നിരന്തരമായി. അപ്പോൾ ഇത് അവർക്കുണ്ട്. ഇങ്ങനെയാണ് അവരുടെ നിലപാട്. മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ അവസ്ഥ ഇത്.
എന്നാൽ എതിരാളികളെ മറുപക്ഷം അവർ നല്ല സ്വാധീനമുള്ള ആൾക്കാരാണ്, നല്ല പണമുള്ള ആൾക്കാരാണ്, ഭൂരിപക്ഷം അവരുടെ കൂടെയാണ്. ലോകത്തിന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? അങ്ങനെ തന്നെയാണ്. മോമിനുകൾ ന്യൂനപക്ഷമാണ്, മർദ്ദിതരാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്, സാമൂഹ്യമായും സാമ്പത്തികമായും പ്രയാസത്തിലാണ്. എന്നാൽ മറുവശത്ത് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ സൗകര്യമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. പക്ഷെ എന്ന് വെച്ച് അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നവർ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കണ്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്ക്, നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നു, പക്ഷെ എന്നും പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും നിങ്ങൾക്കുള്ള. അത് തന്നെ ദൈവം നിങ്ങളോട് കോപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മവും ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളതിന് തെളിവാണ്. ഇതാണ് ബഹുദൈവവാദികൾ എല്ലാ കാലത്തും വാദിച്ചു കൊണ്ടിരുന്നത്. നബിയുടെ കാലത്തും അങ്ങനെ തന്നെ, നിന്നും അങ്ങനെ തന്നെ. പക്ഷെ എന്നാൽ മത്താഉ ഫിദ്ദുനിയ, അവരുടെ ഈ സ്വാധീനം, ഈ സൗകര്യം, ഈ ഭൂരിപക്ഷം, അധികാരം, ഇതൊക്കെയും മത്താഉ ഫിദ്ദുനിയ, ദുനിയാവിൽ അവർക്കുള്ള ഭൗതിക നേട്ടമാണ്. മത്താഅന ജീവിത വിഭവം എന്നാണല്ലോ. ദുനിയാവിൽ അവർക്കുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെയും. സുമ്മ ഇലൈന മർജിഉഹും, അതൊരു പേടിപ്പിക്കൽ, അതൊരു ഭീഷണിപ്പെടുത്തൽ. പിന്നെ അവരുടെ മടക്കം നമ്മിലേക്കാണെന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. അതൊരു പേടിപ്പിക്കലാണ്. ഇവിടെയാണ് കർമ്മങ്ങൾക്കുള്ള യഥാർത്ഥ ഫലം അനുഭവിക്കേണ്ടി വരിക. ദുനിയാവിൽ കർമ്മങ്ങൾക്കുള്ള യഥാർത്ഥ ഫലം ഒരിക്കലും അനുഭവിക്കുകയില്ല, വളരെ അപൂർവമുണ്ട്. വിശ്വാസികൾക്കുള്ള എല്ലാ വിജയങ്ങളും ദുനിയാവിൽ തന്നെ ലഭിച്ചു കൊള്ളണമെന്നില്ല, ലഭിക്കുകയില്ല പലപ്പോഴും. നിഷേധികൾക്കുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രതിയോഗികൾക്കുള്ള ശിക്ഷയും പരീക്ഷണവും ദുനിയാവിൽ പൂർണ്ണമായി കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനൊരു ലോകമുണ്ട്, അത് അവിടേക്ക് നിശ്ചയിച്ചു വെച്ചതാണ്. അതിൻ്റെ ചില അടയാളങ്ങളും ചില ലക്ഷണങ്ങളൊക്കെ ദുനിയാവിൽ ഉണ്ടായി എന്ന് പറഞ്ഞേക്കും. പൂർണ്ണമായും കർമ്മങ്ങളുടെ ഫലം നൽകപ്പെടുക നമ്മളാണ്, നമ്മുടെ അടുക്കൽ തിരിച്ചു വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒന്നുകൂടെ ഒന്നും സുമ്മയിലേന മറിച്ചു സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ്. ഉണ്ടോ? സുമ്മ പിന്നെ നമ്മുടെ അടുക്കൽ മടങ്ങി വന്നതിന് ശേഷം നുദീഖുഹും അൽ അദാബ ശദീദ്, അതികഠിനമായ ശിക്ഷ നാം അവരെ രുചിപ്പിക്കും. ദുനിയാവിൽ വേദന അനുഭവിക്കണ മാതിരി ആവില്ല പരലോകത്തെ വേദനയും ശിക്ഷയും. അല്പം കൂടെ കഠിനതരമായിരിക്കും. പ്രതിഫലം അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ പ്രതിഫലം കിട്ടുകയില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ ചിലപ്പോൾ പ്രതിഫലം കിട്ടും, വിശ്വാസികൾക്ക് വിജയമുണ്ടാകും, സ്വാധീനമുണ്ടാകും. എന്നാൽ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലമാണ് ഏറ്റവും വിശിഷ്ടവും ഏറ്റവും ഉത്തമവും. അത് ഖുർആനിൽ പല പ്രാവശ്യം അല്ലാഹു തആല പല രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അത് ശിക്ഷയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ശിക്ഷ അതികഠിനമായിരിക്കും. നുദീഖുഹുമുൽ അദാബ ശദീദ, കടുത്ത ശിക്ഷയാണ് നാം അവരെ രുചിപ്പിക്കുക. ബിമാ കാനു യക്ഫുറൂൻ, അവർ കളവാക്കിയതിൻ്റെ പേരിൽ, നിഷേധിച്ചതിൻ്റെ പേരിൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അല്ലാഹുവിൻ്റെ മേൽ കളവ് ആരോപിക്കുന്നവർ ലാ യുഫ്ലിഹൂൻ. ലാ യുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുകയില്ല. മതാഉ ഫിദ്ദുനിയ, അവർ അനുഭവിക്കുന്നതും അവർ ആസ്വദിക്കുന്നതും ദുനിയാവിലെ വിഭവങ്ങളാണ്, അല്ലെങ്കിൽ അവർക്കുള്ളത് ദുനിയാവിലുള്ള വിഭവങ്ങളാണ്. സുമ്മ ഇലൈന മർജിഉഹും, പിന്നെ അവരുടെ മടക്കം നമ്മളിലേക്കാണ്. സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ്, പിന്നെ നാം അവരെ കടുത്ത ശിക്ഷ രുചിപ്പിക്കും. ബിമാ കാനു യക്ഫുറൂൻ, അവർ നിഷേധിക്കുന്നത് കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒന്നും വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിച്ച് അതിനനുസൃതമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.